കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഒരു അടിപൊളി പോപ്പപ്പ് ഡിക്ഷണറിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ വന്നിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ 4.5 റേറ്റിംഗ് ഉള്ള ഒരു കിഡിലൻ ഡിക്ഷണറിയാണിത്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെർച്ച് വേർഡ്സ് ഇൻ 3 ways എന്നുള്ളതാണ്. അതായത് 3 രീതിയിൽ നമുക്കൊരു വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമ്മൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു പോർഷൻ വരും, അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വേർഡ്സ് സെർച്ച് ചെയ്യാം. ഇത് ചിലപ്പം പ്രോ വേർഷനിലായിരിക്കും കിട്ടുക. ഇനി മൂന്നാമതൊരു രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് പേജസ് വായിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വാക്ക് കടന്നു വരികയാണെങ്കിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഡിക്ഷണറിന്റെ ഒരു ഭാഗം വരും. അത് പ്രസ് ചെയ്തതിന് ശേഷം വേർഡ്സ് കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ 90+ ലാംഗ്വേജസിന്റെ ട്രാൻസ്ലേഷൻസ്, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു വാക്കിന്റെ 90ഓളം ഭാഷകളിലുള്ള അതിന്റെ വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഡിക്ഷണറിയിൽ അവൈലബിൾ ആണ്. അതായത് രാത്രി നമ്മൾ വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡ് ഈ ഒരു ഡിക്ഷണറിയിലൂടെ നമ്മളെ സഹായിക്കും. പിന്നെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പുതിയ ഓരോ വാക്കുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ഇന്നത്തെ വേർഡ് എന്താണ്, പിന്നെ അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ വരും. അപ്പോൾ കൂടുതൽ പുതിയ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഈ പോപ്പപ്പ് ഡിക്ഷണറിയുടെ പേര് ലുക്ക് അപ്പ് എന്നാണ്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ലുക്ക് അപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ഞങ്ങളിത് ഓൾറെഡി സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ലുക്കപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെർച്ച് എന്നുള്ള ആ ഒരു പോർഷനിൽ നിങ്ങൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്ക് സെർച്ച് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വാക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നൗണാണ്. എന്താണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം? ഞങ്ങൾ നേച്ചർ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും. അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. ഇപ്പം നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡാണോ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് അത് പറയുക എന്നുള്ളത് അറിയുന്നില്ലെങ്കിൽ പ്രൊനൗൺസിയേഷന് വേണ്ടി ഇവിടെ ഒരു വോയിസ് സിസ്റ്റം ഉണ്ട്. ആ വോയിസ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ചില വേർഡ്സ് നമുക്ക് സ്റ്റാർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റാർ ദ വേർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടും. നമ്മളൊരു വേർഡ് സ്റ്റാർ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു വാക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുന്നോ എന്ന് തോന്നുന്ന ഈ ഒരു വേർഡ് നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇതിലുള്ള ചില ഓപ്ഷൻസ് എല്ലാം പ്രോ വേർഷനിലാണ് കിട്ടുക. കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രോ വേർഷൻ എടുക്കണം. ലുക്കപ്പിൻ്റെ സൈഡിൽ 3 ഡോട്ട്സ്, അതായത് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജനറൽ, പോപ്പ്, പ്രോ ഫീച്ചേഴ്സ് അങ്ങനെ പല സെറ്റിംഗ്സ് അവിടെ വരുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട സെറ്റിംഗ്സ് യൂസ് ചെയ്യാം. പ്രോ ഫീച്ചേഴ്സിൽ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 90ഓളം ഭാഷകൾ ഇതിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഏത് ലാംഗ്വേജിലേക്കാണോ ട്രാൻസ്ലേഷൻ വേണ്ടതെന്നുള്ളത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ 90 ഭാഷകളിൽ ഏത് ഭാഷയാണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഭാഷയിലുള്ള ആ ഒരു വേർഡിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് പ്രോ വേർഷൻ യൂസേഴ്സിനാണ് കിട്ടുന്നത്. പോപ്പപ്പിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഡാർക്ക് മോഡ് എന്നുള്ളത്. അത് ലൈറ്റ് കുറഞ്ഞിട്ടുള്ള സമയത്ത് ഈസി നൈറ്റ് ടൈം റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നേരിട്ട് ലുക്കപ്പ് എന്ന് പറയുന്ന ഈ ഡിക്ഷണറിൻ്റെ അകത്തുനിന്ന് വേർഡ് സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ്സ് കിട്ടും. ഇല്ല, വേറൊരു രീതിയിൽ സെർച്ച് ചെയ്യാനും നമുക്ക് സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സ് ഓൺലൈനായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പരിചയമല്ലാത്ത അർത്ഥം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് കടന്നു വരികയാണെങ്കിൽ ആ വാക്ക് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യണം.
ഇവിടെ നമ്മൾ അതേപോലെ ഒരു വാക്ക് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ട്. സാധാ ഉള്ളതുപോലെ തന്നെ കോപ്പി, ഷെയർ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ എക്സ്ട്രീമിൽ 3 ഡോട്ട്സ് വന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനാണ്, അത് പ്രസ് ചെയ്യാം. ആ ഓപ്ഷനിൽ നമുക്ക് ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. ലുക്കപ്പ് എന്നുള്ള ആ ഒരു ഭാഗം പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് വേണമെങ്കിൽ ആ വേർഡ് സ്റ്റാർ ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് അറിയണമെങ്കിൽ വോയിസ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് പറഞ്ഞ് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. ഇതേപോലെ നമ്മൾ വായിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പരിചയമില്ലാത്ത വേർഡ്സ് വരും. അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ലുക്കപ്പ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ മീനിങ് അറിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചോദിക്കും. അപ്പം താഴെ വരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേർഡ്സ് ഏതാണോ എന്ന്. ഈ സ്പെല്ലിങ്സ് ഒക്കെ നമ്മൾ അറിയാണ്ട് മറന്നു പോവുക അല്ലെങ്കിൽ അത്ര ബൈഹാർട്ടല്ലാത്ത സ്പെല്ലിങ്സോ ഉണ്ടെങ്കിൽ ഈ പ്രെഡിക്റ്റീവ് സെർച്ച് നമ്മളെ ഒരുപാട് സഹായിക്കും. 0.22 മില്യണിലധികം വാക്കുകളും ഫ്രേസുകളും ഈ ഒരു ആപ്പിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ഒരു വേർഡ് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താലും മാക്സിമം എന്തായാലും അതിൻ്റെ മീനിങ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഈ ആപ്പ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വേർഡ് ഓഫ് ദി ഡേ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കാണാം. ഇന്ന് ഒരു പുതിയ വാക്ക് ഈ ആപ്പ് നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. ഫിഡ്ജറ്റ് എന്ന് പറയുന്നുള്ള ഒരു വേർഡാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ വേർഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, നൗൺ എങ്ങനെയാണ്, വേർബ് എങ്ങനെയാണ്, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും, അത് സ്റ്റാർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഓരോ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് ലഭ്യമാണ്. അപ്പോൾ ഓരോ ദിവസവും പുതിയ ഓരോ വാക്കുകൾ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് തറവാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റീസെൻറ്റ് സെർച്ചസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെങ്കിലും അത് ഈ ഒരു ഭാഗത്ത് നമുക്ക് റീസെൻറ്റ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ മീനിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ലഭ്യമാണ്. നോട്ട് ടു വേർഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഫീച്ചർ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വാക്ക് എങ്ങനെയാണോ പറയുക അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫ്രീ വേർഷൻ്റെ കാര്യങ്ങളും പ്രോ വേർഷൻ്റെ കാര്യങ്ങളിലും എപ്പോഴും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പ്രോ വേർഷൻ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പ്രോ വേർഷൻ യൂസേഴ്സിന് ആഡ്സ് ഇൻറ്ററപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല. കൂടുതൽ ലാംഗ്വേജസിലുള്ള ട്രാൻസ്ലേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രോ വേർഷൻ യൂസേഴ്സ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോ വാക്കുകളും അതിൻ്റെ നോട്ട്സ് സേവ് ചെയ്ത് വെച്ചിട്ട് ഓരോ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതും പ്രോ വേർഷൻ യൂസേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. നിലവിലുള്ള ഡിക്ഷണറീസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലുക്കപ്പ് എന്ന് പറയുന്ന ഈ ഓഫ്ലൈൻ ഡിക്ഷണറി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. നിങ്ങളും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പല സമയത്തും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണിത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങാം. കൂടുതൽ ടെക് വീഡിയോസും അറിവിലായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.